ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കുട്ടികളെ, എല്ലാവരും സുഖമായിരിക്കുന്നു അല്ലേ? വേദപാഠ ക്ലാസ്സുകളൊക്കെ നന്നായി കണ്ട് പാഠപുസ്തകങ്ങളൊക്കെ വായിക്കുന്നുണ്ടല്ലോ. നന്നായി വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണം, നന്നായിട്ട് ഒരുങ്ങണം. വിശുദ്ധ കുർബാനയെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യനാഥനായ ഈശോയെ, സക്രാരിയിൽ എഴുന്നള്ളിയിരുന്നു കൊണ്ട് ഞങ്ങളെ ആശീർവദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്ന അങ്ങേ അനന്ത കാരുണ്യത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. വിശുദ്ധ കുർബാനയുടെ കേന്ദ്രഭാഗമായ അനാഫറയെക്കുറിച്ച് കൂടുതൽ ആഴങ്ങളിൽ ഗ്രഹിക്കുവാൻ ഈ ക്ലാസ്സിലൂടെ ഞങ്ങൾക്ക് സാധിക്കണമേ. പരിശുദ്ധാത്മാവെ, ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. പരിശുദ്ധ അമ്മേ, വിശുദ്ധ യൗസേ പിതാവേ, ഞങ്ങളോടൊപ്പമായിരിക്കണമേ. ആമേൻ. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ എന്താ കണ്ടത്? വിശുദ്ധ കുർബാനയെക്കുറിച്ച് വിശുദ്ധ കുർബാനയുടെ ഓരോരോ ഭാഗങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചു വരികയായിരുന്നു അല്ലേ? ഏതൊക്കെ ഭാഗങ്ങൾ ഇപ്പം നമ്മൾ പഠിച്ചു? ആമുഖ ശുശ്രൂഷ കണ്ടു, വചന ശുശ്രൂഷ കണ്ടു, ഒരുക്ക ശുശ്രൂഷ കണ്ടു. നമ്മൾ ഒരുക്ക ശുശ്രൂഷയിൽ വിശുദ്ധ കുർബാനയുടെ കേന്ദ്രഭാഗമായ, അതായത് പെസഹ രഹസ്യത്തിൻ്റെ ആഘോഷമായ അനാഫറയുടെ ഭാഗത്തേക്ക് കടക്കുകയാണ്. അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കമാണ് നാം ഒരുക്ക ശുശ്രൂഷയിൽ നടത്തിയത്. അനാഫറ എന്ന ഗ്രീക്ക് പദത്തിൻ്റെ അർത്ഥം എന്താണ്? ഉയർത്തുക അല്ലെങ്കിൽ സമർപ്പിക്കുക എന്നുള്ളതാണ്. സുറിയാനിൽ അതിനെ കൂദാശ കർമ്മം എന്നും പറയുന്നുണ്ട്. അതിൻ്റെ അർത്ഥം മഹത്വീകരിക്കുന്നത് അല്ലെങ്കിൽ പവിത്രീകരിക്കുന്നത് എന്നാണ്. സുറിയാനി പാരമ്പര്യമനുസരിച്ച് 3 അനാഫറകളാണ് നിലവിലുള്ളത്. അത് 1 സ്ത്രീഹന്മാരുടെ അനാഫറ, 2 തെയദോറിൻ്റെ അനാഫറ, 3 നെസ്തയോറിൻ്റെ അനാഫറ. ഇതിൽ കിഴക്കിൻ്റെ പ്രബോധകന്മാരെന്നറിയപ്പെടുന്ന മാർ അദ്ദായിയുടെയും മാർ മാറിയുടെയും അനാഫറയാണ് ഇന്ന് നാം സർവ്വസാധാരണമായിട്ട് ഉപയോഗിച്ചു വരുന്നത്. ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിനും ദൈവത്തിൽ നിന്ന് സ്വീകരിച്ച നന്മകൾക്ക് നന്ദി പറയുന്നതിനുള്ള പ്രാർത്ഥനകളാണ് ഈ ഭാഗത്ത് നമ്മൾ കാണുന്നത്. ദൈവത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും അർപ്പിക്കുന്ന പ്രാർത്ഥനകളായതുകൊണ്ട് കൃതജ്ഞതാ സ്തോത്ര പ്രാർത്ഥനകളെന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. അനാഫറയ്ക്ക് പ്രധാനമായും 4 പ്രാർത്ഥനാ വൃത്തങ്ങളാണ് ഉള്ളത്, പ്രമാണ ജപങ്ങളാണ് ഉള്ളത്. പ്രാർത്ഥനാ യാചന, രഹസ്യ പ്രാർത്ഥന അഥവാ കൂശാപ്പ, പ്രണാമജപം അഥവാ ഗഹാന്ത, സ്തുതിപ്പതിവ, കാനോന. ഇതാണ് അതിൻ്റെ 4 ഘടകങ്ങൾ. ഇങ്ങനെ 4 പ്രണാമജപ വൃത്തങ്ങളാണ് അനാഫറയിലുള്ളത്. ഓരോ പ്രണാമജപ വൃത്തത്തിലും ഈ പറയുന്ന 4 ഘടകങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും. 1-ാം പ്രണാമജപത്തിൽ ദൈവം വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങൾക്ക് നമ്മൾ എന്ത് പറയുന്നു? നന്ദി അർപ്പിക്കുന്നു. അതിൽ പ്രാർത്ഥനാ യാചന, വൈദികൻ തൻ്റെ അയോഗ്യതകളെക്കുറിച്ച് ബോധവാനായിക്കൊണ്ട് ദൈവജനത്തോട് പ്രാർത്ഥനാ സഹായം യാചിക്കുന്നു. നമുക്ക് വേണ്ടിയിട്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥന അർപ്പിക്കുന്ന, ബലി അർപ്പിക്കുന്ന വൈദികന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, കാർമ്മികന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും കടമയുണ്ട്. അടുത്തതായി നാം കാണുന്നത് വൈദികൻ ജനത്തിന് നേരെ തിരിഞ്ഞ് സമാധാനം ആശംസിക്കുന്നു. ശുശ്രൂഷി കാർമ്മികൻ്റെ കയ്യിൽ നിന്നും സമാധാനം ജനത്തിന് നൽകുന്നു. ജനം പരസ്പരം സമാധാനം ആശംസിക്കുന്നു. എല്ലാവരും തമ്മിലുള്ള സ്നേഹത്തെയും ഐക്യത്തെയുമാണ് ഇത് സൂചിപ്പിക്കുന്നത്. അടുത്തതായി നാം എന്താണ് കാണുന്നത്? സമാധാന ആശംസയ്ക്ക് ശേഷം നാം കാണുന്നത് എന്താണ്? അനുസ്മരണ പ്രാർത്ഥനയാണ്. മരിച്ചുപോയ ആളുകളെ അനുസ്മരിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിത നിയോഗങ്ങളെ ദൈവത്തിൻ്റെ മുൻപിലേക്ക് സമർപ്പിക്കുന്നു. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ എന്ന് തുടങ്ങുന്ന ശുശ്രൂഷയുടെ പ്രാർത്ഥനയിലൂടെ എങ്ങനെയാണ് നാം ഓരോരുത്തരും വിശുദ്ധ കുർബാനയിൽ ബലിയർപ്പണത്തിൽ നാം പങ്കുചേരേണ്ടതെന്ന് നമ്മോട് ആഹ്വാനം ചെയ്യുന്നു. ഈ അനുസ്മരണ പ്രാർത്ഥനയ്ക്ക് ശേഷം നാം കാണുന്നത് ധൂപാർപ്പണമാണ്. പരിശുദ്ധ ത്രിത്വത്തിൻ്റെ ബഹുമാനത്തിനും ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിനും ദൈവജനത്തിൻ്റെ പാപമോചനത്തിനുമായിട്ട് കാർമ്മികൻ എന്ത് ചെയ്യുന്നു? ധൂപാർപ്പണം നടത്തുന്നു. തുടർന്ന് വരുന്നത് സംഭാഷണ പ്രാർത്ഥനയാണ്. ഈ സംഭാഷണ രൂപത്തിലുള്ള പ്രാർത്ഥന വളരെ ഭക്തിയോട് കൂടിയിട്ട് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും എന്ന് തുടങ്ങുന്ന വിശുദ്ധ പൗലോസ് ശ്ലീഹായുടെ പ്രാർത്ഥന ആശംസ ദൈവിക സാന്നിധ്യവും കൃപയും നമുക്ക് അനുഭവവേദ്യമാക്കി തരുന്നു. തുടർന്ന് നമ്മുടെ ചിന്തകളെയും മനസ്സിനെയും ദൈവസന്നിധിയിലേക്ക് ഉയർത്തിക്കൊണ്ടുള്ള പ്രാർത്ഥനയാണ്. ദൈവമായ കർത്താവ് മരിച്ചവരുടെ മാത്രമല്ല ജീവിക്കുന്നവരുടെയും കർത്താവാണെന്ന് ഈ പ്രാർത്ഥനയിലൂടെ അനുസ്മരിപ്പിക്കുന്നു.
വിശുദ്ധ കുർബാന സകലത്തിൻ്റെയും നാഥനും കർത്താവുമായ ദൈവത്തിന് അർപ്പിക്കപ്പെടുന്നുവെന്നും അത് ന്യായവും യുക്തവുമാണെന്ന് തുടർന്ന് വരുന്ന പ്രാർത്ഥന നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇതോടുകൂടി ഒന്നാം പ്രണാമജപം അവസാനിക്കുന്നു. രണ്ടാം പ്രണാമജപവൃത്തം, കർത്താവെ ഞങ്ങളുടെ മനസ്സിനെ എല്ലാ അശുദ്ധിയിലും എന്നാരംഭിക്കുന്ന രഹസ്യ പ്രാർത്ഥനയോടെ രണ്ടാം പ്രണാമജപവൃത്തം ആരംഭിക്കുന്നു. ഈ ലോകത്തെയും അതിലുള്ള സകലതിനെയും കനിവോടെ സൃഷ്ടിച്ച ദൈവത്തിന് കൃതജ്ഞ അർപ്പിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനകളാണ് ഈ ഭാഗത്തുള്ളത്. ഇവിടെ പരിശുദ്ധൻ ഗീതം ആലപിക്കുമ്പോൾ യേശയ്യാ പ്രവാചകനുണ്ടായ ദർശനത്തിലെ അനുഭവവും യോഹന്നാന് വെളിപാട് ലഭിച്ച സ്വർഗീയ ദർശനവും അതുപോലെ തന്നെ ഓശാന പാടി ആർത്തു വിളിച്ച ആ ഒരു അനുഭവമാണ് ഈ സ്തുതിഗീതം ആലപിക്കുമ്പോൾ നമുക്കുണ്ടാകുന്നത്. ഇതോടുകൂടി ഈ പരിശുദ്ധൻ ഗീതത്തോടു കൂടി രണ്ടാം പ്രണാമജപവൃത്തം അവസാനിക്കുന്നു. അടുത്തതായിട്ട് നാം കാണുന്നത് മൂന്നാം പ്രണാമജപവൃത്തമാണ്. അതിലെന്താണ് നാം കാണുന്നത്? നമ്മൾ പരിശുദ്ധൻ ഗീതം ആലപിക്കുന്ന സമയത്ത് വൈദികൻ എന്താണ് ചെയ്യുന്നത്? വൈദികൻ ദൈവമേ അങ്ങ് പരിശുദ്ധനാകുന്നു എന്ന രഹസ്യ പ്രാർത്ഥനയോടെ മൂന്നാം പ്രണാമജപവൃത്തം ആരംഭിക്കുന്നു. ഇതിലെന്താണ് നമ്മൾ അനുസ്മരിക്കുന്നത്? സ്വർഗീയ ദർശനത്തിൽ യേശയ്യാ പ്രവാചകനുണ്ടായ പാപബോധത്തിലേക്ക് ഇത് നമ്മെ നയിക്കുന്നു. അടുത്തതായി നാം കാണുന്നത് കാർമ്മികൻ്റെ പ്രാർത്ഥനയാണ്. ദൈവത്തിൻ്റെ രക്ഷാകര കർമ്മം അനുസ്മരിച്ചുകൊണ്ട് ദൈവത്തിന് നന്ദി പറയുന്നു. ഈ പ്രാർത്ഥനയെ രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. ആദ്യ ഭാഗം മനുഷ്യാവതാര രഹസ്യത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിച്ച് നന്ദി പറയുന്നു. അതിനുശേഷം വരുന്നത് സ്ഥാപന വിവരണമാണ്. എന്താണ് സ്ഥാപന വിവരണം? അന്ത്യത്താഴവേളയിൽ ഈശോ തൻ്റെ ശരീരവും രക്തവും അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും രൂപത്തിൽ ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് വിശുദ്ധ കുർബാന സ്ഥാപിച്ചത് ഓർമ്മിക്കുന്ന ആചരിക്കുന്ന ആ വിവരണത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്ഥാപന വിവരണമെന്ന് പറയുന്നത്. അതായത് ഈശോയുടെ തിരുശരീര രക്തങ്ങൾ വിശുദ്ധ കുർബാനയായിട്ട് അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും രൂപത്തിൽ മാറുന്ന വിശുദ്ധ കുർബാനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. അതിനുശേഷം നമുക്ക് നന്ദി പ്രകാശിപ്പിക്കാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹം നൽകിയ ദൈവത്തെ സഭാമാതാവ് സ്തുതിക്കുന്നു. അതോടുകൂടി മൂന്നാം പ്രണാമജപം അവസാനിക്കുന്നു. നാലാം പ്രണാമജപം. നാലാം പ്രണാമജപത്തിൻ്റെ ആരംഭം കാർമ്മികൻ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കൈകൾ വിരിച്ചു പിടിക്കുന്നു. ആർക്കൊക്കെ വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്? സഭാധികാരികൾക്ക്, ലോകത്തിന്, അങ്ങനെ എല്ലാവർക്കും വേണ്ടി വൈദികൻ പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ സഭയിൽ അനുദിനം തുടർന്നുകൊണ്ടിരിക്കുന്ന വിശുദ്ധീകരണ കർമ്മത്തിന് ദൈവത്തിന് നന്ദി പറയുന്നു. ഇവിടെ നമ്മൾ നമ്മുടെ പരിശുദ്ധ കന്യകാമറിയം, അതുപോലെ വിശുദ്ധർ, അങ്ങനെ എല്ലാവരെയും അനുസ്മരിക്കുന്ന ഒരു പ്രാർത്ഥന കൂടിയാണ് നാലാം പ്രണാമജപ വൃത്തം. നമ്മുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവ മരണോത്ഥാനങ്ങളെ സന്തോഷത്തോടെ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്ന ഒരു പ്രധാന ഭാഗം കൂടിയാണ് ഈ നാലാം പ്രണാമജപവൃത്തം. ഇനി നാം അടുത്തതായി കാണുന്നത് എന്താണ്? റൂഹാക്ഷണ പ്രാർത്ഥന. അതായത് റൂഹായെ നമ്മൾ ക്ഷണിക്കുന്നു. ആരാണ് റൂഹ? പരിശുദ്ധാത്മാവ്. നമുക്കറിയാം പരിശുദ്ധാത്മാവിൻ്റെ ആവാസത്താലാണ് അപ്പവും വീഞ്ഞും എന്തായി മാറുന്നത്? ഈശോയുടെ തിരുശരീര രക്തങ്ങളായിട്ട് മാറുന്നത്. ആ റൂഹാക്ഷണ പ്രാർത്ഥനയാണ് ഇവിടെ ദിവ്യരഹസ്യങ്ങളെയും ആരാധനാ സമൂഹത്തെയും പവിത്രീകരിക്കുന്നതിനായി പരിശുദ്ധാത്മാവിനെ വിളിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയാണ് റൂഹാക്ഷണ പ്രാർത്ഥന. ഈശോയുടെ ഉയർപ്പിൻ്റെ രഹസ്യമാണ് ഇവിടെ ആഘോഷിക്കുന്നത്. ഈശോയെ ഉയർപ്പിച്ച പരിശുദ്ധാത്മാവിൻ്റെ ആവാസത്തോടെ അൾത്താരയിലെ ബലിയും പൂർണ്ണമാക്കപ്പെടുന്നു. അതായത് പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തോടെ, പരിശുദ്ധാത്മാവിൻ്റെ വരവോടു കൂടിയാണ് ഓരോ ബലിയും പൂർത്തീകരിക്കപ്പെടുന്നത്. എന്താണ് നമ്മളിവിടെ പ്രാർത്ഥിക്കുന്നത്? പരിശുദ്ധാത്മാവെ എഴുന്നള്ളി വന്ന് ഇതിൽ ആവസിച്ച് ആശീർവദിച്ച രഹസ്യങ്ങൾ സ്വീകരിക്കുന്നവർക്ക് അത് കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുമുള്ള വലിയ പ്രത്യാശയ്ക്കും സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. സജീവവും പരിശുദ്ധവും ജീവദായകവുമായി എന്ന് തുടങ്ങുന്ന പ്രാർത്ഥനയോടെ നാലാം പ്രമാണജപം അവസാനിക്കുന്നു. ഇന്ന് നമ്മൾ ഈ പാഠഭാഗത്തിലൂടെ എന്തൊക്കെ കാര്യങ്ങളാണ് അനാഫ്രയെക്കുറിച്ച് പഠിച്ചത്? അനാഫ്ര വിശുദ്ധ കുർബാനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണെന്ന് നമ്മൾ കണ്ടു. അനാഫ്ര എന്ന വാക്കിന് ഉയർത്തുക അല്ലെങ്കിൽ സമർപ്പിക്കുക എന്നാണ് അർത്ഥം നാം മനസ്സിലാക്കി. അനാഫ്രയ്ക്ക് 4 പ്രാർത്ഥനാ വൃത്തങ്ങളാണുള്ളത് നമ്മൾ കണ്ടു. അതിന് 4 പ്രാർത്ഥനാ ഘടകങ്ങളുണ്ടെന്ന് നാം മനസ്സിലാക്കി. ഓരോ ഘടകത്തിൻ്റെയും അർത്ഥങ്ങളും നാം ഗ്രഹിച്ചു.
വളരെ കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ നമ്മളിവിടെ പറഞ്ഞു. നിങ്ങൾ നിർബന്ധമായും എന്ത് ചെയ്യണം? പാഠപുസ്തകം വായിക്കണം. നന്നായി വിശദീകരിച്ച് പാഠപുസ്തകം വായിച്ച് മനസ്സിലാക്കണം. ഇന്നത്തേക്കൊരു തിരുവചനം. ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനം 10-ാം അധ്യായം 14-ാം വാക്യം എല്ലാവരും പഠിച്ച് നോട്ട്ബുക്കിൽ എഴുതുക. ഇനി ചില പ്രവർത്തനങ്ങൾ വേണ്ടേ? എല്ലാവരും തരുന്ന പ്രവർത്തനങ്ങളൊക്കെ എല്ലാ ദിവസവും ചെയ്യുന്നുണ്ടല്ലേ? ഇനി ഇന്നത്തെ പ്രവർത്തനം, വിശുദ്ധ കുർബാനയിലെ അനാഫ്രയിൽ പങ്കെടുക്കുമ്പോൾ എന്തിലാണ് നാം പങ്കുചേരുന്നത്? ഇനി പൗരസ്ത്യ സുറിയാനി ആരാധനാക്രമത്തിൽ എത്ര അനാഫ്രകളുണ്ട്, ഏതെല്ലാം? അതും നമ്മൾ കണ്ടു അല്ലേ? നമ്മുടെ കുർബാനയിലെ റൂഹാഷ്ണ പ്രാർത്ഥനയോടനുബന്ധിച്ചുള്ള പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെ വ്യക്തമാക്കുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് എഴുതണം. ഇപ്പോൾ നമ്മൾ വിശുദ്ധ കുർബാനയുടെ 4 ഭാഗങ്ങൾ പഠിച്ചു. ആമുഖ ശുശ്രൂഷ പഠിച്ചു, വചന ശുശ്രൂഷ പഠിച്ചു, ഒരുക്ക ശുശ്രൂഷ പഠിച്ചു, അനാഫ്ര പഠിച്ചു. ഇത്രയും പഠിച്ചതിൻ്റെ വെളിച്ചത്തിൽ കുർബാനയോട് കുറച്ചുകൂടിയൊക്കെ ഒരു അടുപ്പം നിങ്ങൾക്ക് തോന്നുന്നില്ലേ? പുസ്തകം എല്ലാവരും വായിക്കണം കേട്ടോ. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പരമകാരുണ്യവാനായ ദൈവമേ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളി ഞങ്ങളുടെ ജീവിതത്തിൽ എന്നും വെളിച്ചമായി നിറയുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. സ്നേഹം തന്നെയായ ഈശോയെ, എല്ലാവരിലും അങ്ങയെ കാണുവാനും സ്നേഹിക്കുവാനും അൾത്താരയിൽ അർപ്പിക്കപ്പെടുന്ന ബലിജീവിതം ജീവിതത്തിലും തുടർന്നു കൊണ്ടുപോകുവാനും ഞങ്ങളെ സഹായിക്കണമേ. ഓരോ വിശുദ്ധ കുർബാനയും എത്രത്തോളം ഭക്തിപൂർവ്വം പങ്കെടുക്കാൻ കഴിയുമോ അത്രത്തോളം ഭക്തിപൂർവ്വം അർപ്പിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. എന്നും ഞങ്ങളോടൊപ്പമായിരിക്കണമേ. ആമേൻ.